ഹലോ ഗായ്സ്, നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. തിരിച്ച് നാട്ടിലോട്ട് വന്നിട്ട് നമ്മൾ തിരിച്ചിപ്പം ബംഗാൾക്ക് പോവാണ്. അപ്പം നമ്മളിത് ആലുവ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റ് റൂമിൽ ഇരിക്കുവാണ് കേട്ടോ. നമുക്ക് 12 മണിക്കായിരുന്നു ട്രെയിൻ. പക്ഷേ ഇവിടെ എത്തിയപ്പം നമ്മുടെ ട്രെയിൻ ക്യാൻസലായി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ കിട്ടിയതായിരുന്നു, പക്ഷേ ക്യാൻസലായി. പിറ്റേ ദിവസം രാവിലെ ഉള്ളൂ ട്രെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക് ട്രെയിനിൽ കയറി. നമുക്ക് എ സി കോച്ചാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ നേരിട്ടാണെങ്കിലും അത് തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഉഴുന്നുവടയും ചട്നിയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. നമുക്ക് ഇതിലിരിക്കുമ്പം എന്താ വെച്ചാൽ തണുപ്പും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനെയാണ്, ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ സുക്കുമ്പിയും ഞാനും ഇക്കാകായും ഒരു ഇതിൽ തന്നെയാണ് ഇരുന്നത്. എൻ്റെ ബെർത്തിൻ്റെ മണ്ടയിലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം വാങ്ങിച്ച് കഴിച്ചു. ഇതിൻ്റെ പേരെന്തായിരുന്നു, എന്തോ മസാല ബോണ്ട, വേറെന്താണ്ടാണ് ഇതിൻ്റെ പേര്. നമ്മളിതിനെ മസാല ബോണ്ടാന്ന് പറയുകയും ചെയ്യും. അങ്ങനെ കുറേ നേരം ഇരുന്ന് നമ്മളിത് ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിപ്സ്, അതുപോലെ നമ്മുടെ കപ്പ വറുത്തതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ നേരം അതും കുറച്ചിട്ടുകൊണ്ട് അവിടെ ഇരുന്നു. നമുക്ക് ഇനിയിപ്പം നമ്മൾ പോണത് വിജയവാഡ എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ട്രെയിൻ മാറി കയറേണ്ടി വരും. ഭയങ്കര പാടാണ് കേട്ടോ, നേരിട്ട് കിട്ടാത്തതുകൊണ്ട്. നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മളിതേ കുറേ നേരം അവിടെ ഇരുന്നു. രാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ ബർത്തിൻ്റെ മണ്ടയിൽ പോയി കിടന്നു കേട്ടോ. നമ്മളത് കഴിഞ്ഞ് കുറേ നേരത്തിന് ശേഷം അവിടെ എത്തി. നമ്മുടെ വിജയവാഡ എന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടോ. അവിടെ നിന്ന് നമുക്ക് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ കിട്ടിയായിരുന്നു. ഒത്തിരി ദൂരം ഇല്ല. വിശാഖപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പിന്നീട് പോകാൻ പോണത്. അവിടെ ചെന്നിട്ടാണ് നമുക്ക് അടുത്ത ട്രെയിൻ പിടിക്കാൻ പോണത്. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും എനിക്കും സുക്കുമ്പിക്കും പനി പിടിച്ചു. സുക്കുമ്പിക്ക് പിന്നെ മരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് സുക്കുമ്പിക്ക് മരുന്ന് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് മരുന്നൊന്നും ഉണ്ടായില്ല. അത്ര നേരം ആ തണുപ്പത്തിരുന്നുകൊണ്ട്. അത് മാത്രമല്ല, ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. വൈകുന്നേരവും വെളുപ്പിനൊക്കെ ഭയങ്കര തണുപ്പാണ്. കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനമൊക്കെ വച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര പനിയായിരുന്നു എനിക്ക്. മരുന്ന് വാങ്ങിക്കണമെങ്കിൽ ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് മരുന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം നമ്മൾ വിശാഖപട്ടണം എത്തിക്കഴിഞ്ഞപ്പം അവിടെ നിന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ. അപ്പോഴത്തേക്കും നമുക്കൊന്ന് ഒരു ജീവൻ വെച്ചു. കുളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, നല്ല വൃത്തിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കുളിച്ച് നിൽക്കാതെ കുളിക്കാൻ പോയേക്കാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്നപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെയിറ്റ് റൂമും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. കാരണം നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു. അത്യാവശ്യം വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇവിടെ ഇരുന്നപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ട്രെയിൻ പോണയൊക്കെ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിന്. പിന്നെ നമ്മൾ ഒഡീഷയിലേക്കാണ് പോകുന്നത്, കട്ടക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും രാത്രി ആയിരുന്നു. സുക്കുമ്പി കിടന്നുറങ്ങി, ഞാനും കുറച്ച് നേരം കിടന്നു. പക്ഷേ ഒരുപാട് നേരത്തേക്ക് ഉണ്ടായില്ല കേട്ടോ. 3 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ട്രെയിനിൽ ഇരുന്നതിന് ശേഷം കട്ടക്ക് എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് നമുക്കിനി ബാലേശ്വർ എന്ന സ്ഥലത്തേക്ക് പോകണം. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എന്നാലും നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പോയ അത്രയും ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഇത് കട്ടക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു നല്ല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാലേശ്വറിലെത്തി. വെളുപ്പിന് 5 മണിക്കാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ നമ്മൾ റൂം എടുത്തു കേട്ടോ. കാരണം റൂം എടുക്കാൻ നിവർത്തിയിട്ട് നമുക്ക് ഇനി ട്രെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു റൂം എടുത്ത് കുറേ നേരം കിടന്നുറങ്ങി. ഇവിടെ നല്ല ചോറും മീൻകറിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസമല്ല, രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ റൂം മാറി കേട്ടോ. റൂം മാറി അപ്പുറത്തെ റൂമിലോട്ട് മാറിയായിരുന്നു. കാരണം നമ്മൾ എടുത്ത റൂമിൻ്റെ അപ്പുറത്ത് ആ റൂം അവർ ബുക്ക് ചെയ്തവർ വന്നിട്ടുണ്ടായിരുന്നു, രാത്രി ബുക്ക് ചെയ്തവർ. അങ്ങനെ നമ്മളിത് ഇപ്പോഴത്തെ റൂമിലോട്ട് വന്ന്. ഇവിടെയാണ് എ സി റൂം ആയതുകൊണ്ടും പുറത്ത് തണുപ്പായതുകൊണ്ടും നമുക്കൊരു രക്ഷയുണ്ടായില്ല. ഇവർക്കൊന്നും അങ്ങനെ തണുക്കില്ല, പക്ഷേ എനിക്കും തന്നെ പെട്ടെന്ന് തണുപ്പടിക്കും. ഭയങ്കരമായിട്ട് എനിക്ക് താഴെ ഇടിക്കും കേട്ടോ. ഭയങ്കര തണുപ്പാണ്. അപ്പം നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ള റൂം, നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെ ആയിരുന്നു. കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നു. രാത്രി നന്നായിട്ട് ഉറങ്ങി കേട്ടോ. കാരണം നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഇനി പോകാനുള്ളതുകൊണ്ട് നന്നായിട്ട് കിടന്ന് അങ്ങ് ഉറങ്ങി. ഇത് സുക്കുമ്പി കകായും കിടന്ന് ഉറങ്ങാണ്ട്. ഞാൻ വെളുപ്പായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കുളിച്ചു റെഡിയായിട്ട് ഇരിക്കുവാണ്. ഇപ്പം പനിയൊക്കെ ഏകദേശം കുറഞ്ഞു കേട്ടോ. നമുക്ക് ഗുളികയൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ എനിക്ക് ചെറുത് രീതിയിലൊരു ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ എനിക്ക് വയറ്റിൽ പിടിക്കില്ല, പക്ഷെ കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ തോന്നുമില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. ബാലേശ്വർ തന്നെ സ്ഥലത്ത് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് കൽക്കത്തയിലോട്ടാണ്. കൽക്കത്തയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പെത്തും. അപ്പോൾ നമ്മളിത് കൽക്കട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറി ഇരുന്നു. അപ്പോൾ നമ്മൾ കൺഫേം ടിക്കറ്റ് എടുത്തിട്ടല്ല കേട്ടോ പോയത്. നമ്മൾ സാധാ ഇരുന്ന് പോകുന്ന ഇതിലാണ് പോയത്. കാരണം ഒരുപാട് ദൂരമൊന്നും ഇല്ല നമുക്ക് കൽക്കത്തക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പണി നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ട്രെയിനിൽ നിന്ന് പിന്നെയും ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുവാണ്. കാര്യം എനിക്ക് നല്ല പേടിയുണ്ട്, എന്നാലും കഴിക്കാൻ വിശക്കുമല്ലോ, അന്നേരം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. കൊൽക്കത്ത എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അന്നും ട്രെയിനില്ല കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ റൂം എടുത്തു. അവിടെ കിടന്നായിരുന്നു. ഇത് നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ള നല്ല റൂമായിരുന്നു. ഇവിടുത്തെ ബാൽക്കണി
ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. ബാൽക്കണിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കൊൽക്കത്ത മൊത്തം നല്ല രീതിക്ക് ഇങ്ങനെ വൃത്തിക്ക് കാണുകയൊക്കെ ചെയ്യാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഈ കൊൽക്കത്ത എന്ന് പറയുന്നത് വലിയൊരു സിറ്റിയാണ്. അതുപോലെ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് ട്രെയിൻ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും രാത്രി അവിടെ കിടന്ന് പിറ്റേ ദിവസം രാവിലെയായിരിക്കും നമ്മളിത് ട്രെയിനിൽ കയറിയിട്ടോ. നമുക്കിൻ്റെ റേഗാഞ്ചിലേക്കുള്ള ട്രെയിനാണ്. ഇതിന് 8 മണിക്കൂറുണ്ട്. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് 8 മണിക്കാണ് നമ്മൾ കയറിയത്. ഇനി വൈകുന്നേരം 5:30 ആകുമ്പോൾ നമ്മളവിടെ എത്തും. നമ്മൾ ഉപ്പിലിട്ട പേരയ്ക്കൊക്കെ വാങ്ങി അതിൻ്റെ നിന്ന് കഴിച്ചായിരുന്നു. അങ്ങനെ നമ്മളിത് പോകുന്ന വഴിക്ക് വലിയൊരു ഡാം കണ്ടു. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുക്കുമ്പി. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുക്കുമ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോക്കൊക്കെ. വൈകിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ റൈഗാഞ്ച് എത്തിയായിരുന്നു. ഇവിടെ 5 മണി ആകുമ്പോഴത്തേക്കും രാത്രി 8 മണി ആയ രീതിക്ക് രാത്രിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇക്കാക്ക ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഹോട്ടലിൽ കയറി. ഹോട്ടലാണോ തട്ടുകടയാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ റൊട്ടി അതുപോലെ ചില്ലി ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. കാരണം നല്ല വിശപ്പായിരുന്നു. വന്നപ്പോൾ തന്നെ എന്താ വാങ്ങിച്ച് കഴിച്ചു. ഇതാണ് ഇവിടുത്തെ റൊട്ടി. വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ നമ്മളതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ട് നമ്മൾ ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.